കേരളത്തിലെ ആരോഗ്യരംഗം അതീവ ആശങ്കാജനകമായ അവസ്ഥയിൽ തുടരുകയാണ്. കുറച്ച് നാളുകളായി ഈ അവസ്ഥ തുടങ്ങിയിട്ട്. അതായത് ആസ്പത്രികളിൽ മരുന്നില്ല, ഈവൻ പീഡിയാട്രിക് വിഭാഗം പോലും മരുന്നില്ലാതെ ചെറിയ ചെറിയ സർജറികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം. പെരിഡോണിയൽ അനാലിസിസ് ഇതൊക്കെ നടത്തേണ്ടവർ, എല്ലാത്തരം ചികിത്സകരും വലിയ കോക്ലിയർ ഇംപ്ലാന്റേഷനോ അങ്ങനെ ഏത് നോക്കിയാലും, അതായത് ഏത് മേഖലയിലുള്ള ചികിത്സയെ പറ്റിയാണ് പറയുന്നത് എങ്കിലും അവിടെ എല്ലാം വലിയ പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് കാരുണ്യ പദ്ധതിയുടെ കാര്യം എടുക്കുക. 5 വളരെ പ്രധാനപ്പെട്ട രോഗങ്ങൾ, വളരെ ചെലവേറിയ മാരക രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്കാണ് കാരുണ്യ ലോട്ടറി കവറേജ് നൽകുന്നത്. അതായത് ശസ്ത്രക്രിയ, അതുപോലെ തന്നെ കിഡ്നി റീപ്ലാന്റേഷൻ, അങ്ങനെയുള്ള ചികിത്സകൾ, ശ്വാസകോശ ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നവയ്ക്ക് വേണ്ടിയാണ് ഈ കാരുണ്യ ലോട്ടറി വഴിയായിട്ട്. കാരുണ്യ ലോട്ടറി എന്നൊരു ലോട്ടറി 2012 മാണി പ്രധാനമന്ത്രിയായിരിക്കെ ആദരണീയനായ നമ്മുടെ മരണപ്പെട്ടുപോയ ധനമന്ത്രിയായിരുന്ന KM മാണി കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് കാരുണ്യ ലോട്ടറി എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് കാലത്ത്. ആ കാരുണ്യ ലോട്ടറി വഴി ഈ വർഷം 2023 14,000 കോടി രൂപയ്ക്ക് മുകളിലാണ് കാരുണ്യ ലോട്ടറി വരെ സമാഹരിക്കാൻ പറ്റിയത്. പക്ഷേ കാരുണ്യ പദ്ധതിയിൽ നിന്ന് ആശുപത്രികൾ വിട്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് ആശുപത്രികൾ വിട്ടുപോകുന്നത്? അവർക്ക് കാരുണ്യ പദ്ധതി പ്രകാരം നടത്തിയ, ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ പദ്ധതിയുടെ ഇൻഷുറൻസ് കിട്ടും എന്നുള്ള ധാരണയോടുകൂടി നടത്തിയ പദ്ധതികൾക്കൊന്നും അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വില കൂടിയ ശസ്ത്രക്രിയകളൊക്കെ നടത്തി വളരെ വർഷങ്ങളോളം പണം കിട്ടാതിരുന്നാൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല. അത് അവരുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കും. അങ്ങനെ പറഞ്ഞിട്ടാണ് കാരുണ്യ ലോട്ടറിയിൽ നിന്ന് പല ആശുപത്രികളും വിട്ടുപോകുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ധാരാളം ലോട്ടറികൾ വിറ്റുപോകുന്നതും വരുമാനം സമാഹരിക്കാൻ പറ്റുന്നു. അപ്പോൾ അതുപോലും തിരിമറി നടത്തുകയാണ്. അതായത് ഏത് പർപ്പസിന് വേണ്ടിയാണോ ഈ ലോട്ടറി കൊണ്ടുവന്നത്, ആ പർപ്പസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് വരുന്ന വരുമാനത്തെ വകമാറ്റി ചെലവഴിക്കുന്നത്. അതാണ് കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ മെഡിസെപ്പ് വേറൊരു നല്ല ഉദാഹരണമാണ്. സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിരിക്കുന്ന ഇൻഷുറൻസ്, അത് ഈ മരണാവസ്ഥയിലിരിക്കുന്ന പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് പോലും ഇപ്പോൾ അതിൽ നിന്ന് പ്രയോജനം കിട്ടാത്ത രീതിയിൽ മെഡിസെപ്പിൽ ചേരാൻ പോലും ആശുപത്രികൾ മടിക്കുന്നു. ചേർന്നിട്ടുള്ള ആശുപത്രികൾ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് അതും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം നമുക്കിപ്പം അതായത് ഈ ആരോഗ്യരംഗത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ പറയുന്നത് NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിനെ പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വലിയ പരിഭവങ്ങളുമായി കേന്ദ്ര ഗവൺമെൻറ്റിനോടും ജനങ്ങളോടും അവർ സംവദിക്കുന്നത്. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ഇത് BJP ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതിയല്ല. 2009 UPA ഗവൺമെൻറ്റാണ് ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തുടങ്ങുന്നത്. അത് അനുസരിച്ച് അതൊരു വലിയ ആരോഗ്യ സുരക്ഷാ വലയമാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ആരോഗ്യ സുരക്ഷാ വലയമാണ്. അപ്പോൾ ആ ആരോഗ്യ സുരക്ഷാ വലയം 60:40, അതായത് 60 രൂപ കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 40 രൂപ സംസ്ഥാനം ചെലവഴിക്കുക. അതാണ് അതിൻ്റെ പ്രപ്പോർഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ, അതായത് ഇത് ഈ 2014-15 UDF ഗവൺമെൻറ് ഭരണത്തിലിരുന്ന സമയത്തൊന്നും ഇത് പണം കിട്ടുന്നില്ലെന്നോ അങ്ങനെയുള്ള യാതൊരു കംപ്ലയിൻസും ഉണ്ടാകാതെ മുന്നോട്ട് പോയതാണ്. അന്ന് കാരുണ്യ പദ്ധതിയും അങ്ങനെ തന്നെയായിരുന്നു. മെഡിസെപ്പ് അന്നില്ല. അപ്പം ഈ NRHM പദ്ധതി നാഷണൽ ഗവൺമെൻറ്റാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ കണക്കാക്കാം. ആ കേന്ദ്രാവിഷ്കൃത ആരോഗ്യ പദ്ധതിയും
കാരുണ്യ പദ്ധതി, അത് സംസ്ഥാന ഗവൺമെൻറ് മാത്രം പദ്ധതിയാണ്. ഈ കാരുണ്യ പദ്ധതിയുമൊക്കെ വളരെ നന്നായി കാര്യക്ഷമമായി നടന്നു പോന്നിരുന്നു 2014-15 കാലഘട്ടം വരെ. അതിനുശേഷം LDF ഗവൺമെൻറ് ഭരണത്തിൽ 2016-17 കാലഘട്ടം മുതലാണ് ഇത് കേന്ദ്രം തരുന്നില്ല, അല്ലെങ്കിൽ ഈ കാരുണ്യ ലോട്ടറി വഴിയായിട്ട് കിട്ടുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നു, അത് കാരണം കാരുണ്യയിൽ പങ്കുചേർന്ന ആശുപത്രികൾ പ്രശ്നത്തിലാകുന്നു എന്ന അവസ്ഥയൊക്കെ വരുന്നത് ഒന്നാം LDF പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് ഈ NRHMൻ്റെ കാര്യത്തിൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ NRHM പദ്ധതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ മന്ത്രി ശ്രീമതി വീണ ജോർജ് പറയുന്നത് ശരിക്ക് കേന്ദ്ര 60-40 പ്രപ്പോർഷൻ, 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്ന രീതിയിൽ എടുക്കുമ്പോൾ 826.02 കോടി രൂപയാണ് ആ പദ്ധതിയിൽ 2023 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം, സംസ്ഥാനത്തിന് കിട്ടേണ്ട കേന്ദ്ര വിഹിതം 826.02 കോടിയാണ്. സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 550.68 കോടിയുമാണ്. ഇതിൽ തന്നെ ഇത് മുഴുവനും ക്യാഷ് ഗ്രാൻഡ് ആയിട്ടല്ല കിട്ടുക, മരുന്നായിട്ടും മറ്റു പല രീതികളിലുമാണ് കിട്ടുക. അപ്പോൾ അതിൽ ക്യാഷ് ഗ്രാൻഡ് ആയിട്ട് കിട്ടേണ്ട 371.20 കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് ക്യാഷ് ഗ്രാൻഡായിട്ട്. അത് 4 ഗഡുക്കളായിട്ടാണ് കിട്ടേണ്ടത്. പിന്നെ 92.80 കോടി വെച്ചുള്ള 4 ഗഡുക്കളായിട്ടാണ് ഈ 371.20 കോടി രൂപ കിട്ടേണ്ടത്. പക്ഷേ ഒരു ഗഡു പോലും ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നാണ് ശ്രീമതി വീണ ജോർജ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി അത് ഈ ഒരു വലിയ കണക്കിലാണ്, വലിയ തോതിലാണ് ആ പ്രതിസന്ധി സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്നാമതായിട്ട് ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട ഇൻസെൻറ്റീവ്, അതായത് ഈ പദ്ധതികളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആശാ വർക്കർമാരാണ്. അപ്പോൾ ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട ഇൻസെൻറ്റീവ്, അതിന് ശമ്പളം പോലെ കൊടുക്കുന്നതാണ് ഇൻസെൻറ്റീവ്. ആ ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ രോഗികളുടെ സൗജന്യ പരിശോധനകൾ, അങ്ങനെ ആശാ വർക്കർമാരുടെ സഹായത്തോടു കൂടി സൗജന്യ പരിശോധന നടത്തുന്ന, അതിന് വേണ്ടി നടക്കുന്ന ഡോക്ടർമാരുണ്ട്. അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് സർവേ, ഹെൽത്ത് മിഷനിലെ ഡോക്ടർമാർ, അതിനുവേണ്ടി പ്രത്യേകം അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർമാർ, അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റ് ബയോമെഡിക്കൽ, അതായത് മരുന്നും മറ്റു കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കനിവ്, അതായത് 108 ആംബുലൻസ്, കനിവിൻ്റെ 108 ആംബുലൻസ്, ആ ആംബുലൻസിലാണ് ഈ NRHM ഡോക്ടേഴ്സും ഒക്കെ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി അത്യാവശ്യ കേന്ദ്രങ്ങളിലൊക്കെ പോകേണ്ടത്. അതിൻ്റെ നടത്തിപ്പ്, ഈ കനിവ് ആംബുലൻസ് 108ൻ്റെ നടത്തിപ്പ്, റണ്ണിങ്, അത് നടക്കുന്നില്ല. ഇങ്ങനെ ഉള്ള എല്ലാ കാരണങ്ങളും നടക്കാതെ വരുന്നതിൻ്റെ കാരണമായിട്ട് ശ്രീമതി വീണ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രം ഇൻസിസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡിങ്, അതായത് കേന്ദ്രത്തിൻ്റെ മുഖം മിനുക്കൽ. ഇത് കേന്ദ്ര പദ്ധതിയാണ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഒരു പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാമാണ്, പ്രൈം മിനിസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡിങ് ഓരോ NRHM ആശുപത്രിയുടെ സമീപത്തും എല്ലായിടത്തും അത് കാണിച്ചിരിക്കണം. അങ്ങനെ ആ ബ്രാൻഡിങ് നടത്താത്തത് കൊണ്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് പണം തരാത്തത് എന്നാണ് പറയുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനഹിതാനുസാരം ഗവേണൻസ് നടത്താൻ, ഭരണം നിർവഹിക്കാനായിട്ട്. അങ്ങനെ ഭരണം നിർവഹിക്കാൻ, ജനഹിതാനുസരണം ഭരണം നിർവഹിക്കാൻ എവിടെ നിന്നാണ് ഗവൺമെൻറ്റിന് പണം ഉണ്ടാകുന്നത്? അതിനാണ് ജനങ്ങൾ നികുതിയേതര വരുമാന മാർഗങ്ങൾ തുറന്നിട്ടിരിക്കുന്നത്. ഈ നികുതിയേതര വരുമാന മാർഗങ്ങളിലൂടെ നാം സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും പണം എത്തിക്കുന്നു, ഖജനാവ് നിറയ്ക്കുന്നു. അങ്ങനെ ഖജനാവ് നിറച്ചു കഴിഞ്ഞാൽ ആ ഖജനാവിലെ പണം എടുത്ത് ജനോപകാരപ്രദമായ പദ്ധതികൾ, ഈ NRHM നമ്മൾ ഓർക്കണം, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് റൂറൽ സൈഡ്സിലെ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട രോഗികൾക്കാണ് ഈ NRHMൻ്റെ കവറേജ് കിട്ടുന്നത്, അതിൻ്റെ എല്ലാ സഹായങ്ങളും കിട്ടുന്നത്.
അപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ധനികർക്കല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതികളിലൂടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അവരുടെ മുഖം മിനുക്കുന്നു. എന്തുകൊണ്ടാണ് അവരുടെ മുഖം മിനുക്കുന്നത്? അവിടെ ഡെമോക്രസി കാലഹരണപ്പെട്ടില്ലേ? ഡെമോക്രസി അവർ തച്ചുടച്ചില്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെ അവർക്ക് തോന്നുന്നത്? സ്വന്തം ഇമേജ്, ഡിക്റ്റേറ്റർഷിപ്പിലല്ലേ സ്വന്തം ഇമേജ് വളർത്തണമെന്ന് ഒരു ഭരണാധികാരിക്ക് തോന്നുക? അങ്ങനെ സ്വന്തം ഇമേജ് വളർത്താൻ വേണ്ടി ഫോട്ടോ വരച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഗ്രോട്ടോ സെൽഫി എടുക്കത്തക്ക രീതിയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ എന്താണ് നരേന്ദ്രമോദിയുടെ പ്രതിമ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നു, അതിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്തെല്ലാം കോമാളി വേഷങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ബ്രാൻഡിങ്, ഓരോരുത്തരും അവനവൻ്റെ, അതായത് സംസ്ഥാനത്തും കേന്ദ്രത്തിലും 2 ഡിക്റ്റേറ്റേഴ്സാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം കേരളത്തിൽ ഇന്ത്യയിലും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡിങ്, അതായത് സംസ്ഥാനത്തിൻ്റെ മുഖം മാത്രം മിനുക്കാനാണ് ഈ പദ്ധതികളെ സംസ്ഥാനം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് 2017 ബജറ്റിൽ തന്നെ 4 മിഷൻ മോഡിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആർദ്രം, ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രത്യേക പേരിട്ടു ഇത്തരം പദ്ധതികൾക്ക്. എന്നിട്ട് അത് സ്വന്തം സംസ്ഥാന LDF ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് ഇവ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെയാണ് കേന്ദ്രം അടിക്കുന്നത്. കേന്ദ്രം പറയുന്നത് ഇത് ഞങ്ങളുടെ പദ്ധതികളാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയപ്പെട്ട NRHMൻ്റെ കാര്യത്തിൽ 60% ഞങ്ങൾ തരുന്നു, അതുകൊണ്ട് ആർക്കാണ് മേൽക്കൈ? ഞങ്ങൾക്കാണ് മേൽക്കൈ എന്നാണ് പറയുന്നത്. അപ്പോഴും ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ ബ്രാൻഡിങ് പറയുന്നിടത്ത് ബ്രാൻഡിങ് നടത്തുമ്പോൾ അവിടെ കേന്ദ്രം മാത്രമല്ല സംസ്ഥാനവും ഒരുപോലെ തെറ്റാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന റൂറൽ ഹെൽത്ത് മിഷൻ, ആ പ്രവർത്തനത്തിൽ മുഖം മിനുക്കാനുള്ള കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോയി പരസ്പരം വടം വലിച്ച് ആ വടംവലിയിൽ ആര് ജയിക്കുന്നു എന്ന് നോക്കിയിരിക്കുമ്പോഴേക്കും മരിച്ചു വീഴുന്നത് ഒരുപാട് രോഗികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമാറ് മൂല്യച്യുതി ഡെമോക്രസിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ ബാലിശമായ ഒരു രീതിയാണ്. ഇതിനെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇതിനെതിരെ കോടതി തന്നെ മുൻപോട്ട് വരണം ഇത്തരം ബ്രാൻഡിങ് പദ്ധതികൾക്കെതിരെ എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബ്രാൻഡിങ് നടത്തി പണം കിട്ടാത്തത് കൊണ്ട് ശ്രീമതി വീണ ജോർജ് നമ്മളോട് പ്രത്യേകമായിട്ട് പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് അതായത് വളരെ അതായത് ഹോസ്പിറ്റലിൽ പോയി ഇത്തരം ഡയാലിസിസ് നടത്താൻ പറ്റാത്ത പരുവത്തിലേക്ക് പോയ രോഗികളാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് ആവശ്യമുള്ളവർ. അപ്പം അവരുടെ ഡയാലിസിസ് നടക്കാത്തത് കൊണ്ട് പലരും മരണാവസ്ഥയിലേക്ക് നീങ്ങുന്ന കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലാണ് അവരിത് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തത് കൊണ്ട് 800ഓളം രോഗികളാണ് കേരളത്തിൽ ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് കാത്തു കിടക്കുന്നവർ. അപ്പോൾ അങ്ങനെ കാത്തു കിടക്കുന്ന രോഗികൾക്ക് ഇതിനാവശ്യമുള്ള ഒരു ഫ്ലൂയിഡുണ്ട്. പെരിട്ടോണിയൽ ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് ഗവൺമെൻറ് ചെലവിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് കൊടുക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും തരത്തിൽ ഇത് മരണാസന്നരായ രോഗികളുടെ കാര്യമാണെന്ന് വിചാരിച്ച് അത് എത്തിച്ചു കൊടുക്കുന്നതിന് പകരം അതുപോലും ഒരു ബ്രാൻഡിങ് ഇഷ്യൂ ആക്കി മാറ്റി അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്, എങ്കിൽ പോലും തരില്ല എന്ന് വാദിക്കുന്ന, ഞങ്ങളുടെ മുഖം മിനുക്കാതെ തരില്ല എന്ന് വാദിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകളും ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്യുമെന്നാണ് നാം ആലോചിക്കേണ്ടത്. ഇനി തീർച്ചയായിട്ടും ഇത് ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പദ്ധതിയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ബ്രാൻഡിങ്ങോ പാടില്ല എന്ന് വിധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ എളിയ റിക്വസ്റ്റ്.